ഹലോ. അപ്പോൾ നമ്മൾ മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓച്ചിറയിൽ പോകുന്ന കാര്യം, ഓച്ചിറയിലോട്ട് കയറുന്ന കാര്യം. അങ്ങനെ നമ്മൾ ഓച്ചിറ അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വണ്ടി വെച്ചിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിയിലൊരു പറയെഴുന്നള്ളത്ത് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിങ്ങോട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ ചെന്നത് നല്ല ടൈമിലായിരുന്നു. ഞങ്ങൾ അതൊക്കെ കണ്ട് ഒരുപാട് നേരം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മൾ എല്ലായിടത്തും പോയി തൊഴുതിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒന്ന് കാണാനായിട്ട് പറ്റുന്നത്. അല്ലാതെ ഒന്ന് തൊഴുതിട്ട് നോർമലായിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ തൊഴുതിട്ടങ്ങ് പോകത്തേ ഉള്ളൂ. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ വരുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെ നമ്മൾ തന്നെ നല്ല രസമുണ്ടായിരുന്നു. സന്ധ്യ കഴിഞ്ഞപ്പോൾ അവിടെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചേക്കുന്നത് കാണാനായിട്ട്. അതുപോലെ തന്നെ കിളികളും കാക്കകളും ഒക്കെ കൂടിയിട്ട് ഒരു സൗണ്ട് ഉണ്ടല്ലോ, ആ സൗണ്ട് കേൾക്കാൻ തന്നെ അവിടെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് തൊഴാനും നടക്കാനൊക്കെ തന്നെ നല്ല രസമാണ്. പിന്നെ കുറേ നടന്നപ്പോൾ എൻ്റെ കാല് കഴിച്ചു. എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് കാലുവേദന എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ദാണ്ട് നമ്മൾ തൊഴുതിട്ടൊക്കെ ഇറങ്ങി. ഒരു കാവുണ്ടായിരുന്നു, നക്ഷത്രക്കാവ്. അവിടെ നമ്മുടെ ഓരോ നക്ഷത്രത്തിനുള്ള വൃക്ഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചെറിയൊരു പാർക്കൊക്കെ കണക്കാണ് അവിടെ ഒരുക്കിയേക്കുന്നത്. പിന്നെ അങ്ങോട്ട് ക്യാമറ കയറ്റാമെന്ന് ഞാൻ അറിയത്തില്ല, എനിക്ക് തോന്നുന്നു പറ്റത്തില്ല. ഞാൻ അതുകൊണ്ട് പിന്നെ കയറ്റിയില്ല. പിന്നെ കടയിലൊന്നും കയറിയിട്ടില്ല കേട്ടോ. നമ്മൾ ഒരു കടയിലും കയറിയില്ല. എനിക്കാണെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മേടിക്കണമെന്ന് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കണമെന്ന് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു, അമ്മയ്ക്കും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആരുടെ സ്വഭാവം പറയുന്നുണ്ട് നമ്മളത് പിന്നത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ആർക്കാണെങ്കിൽ കട കണ്ടു കഴിഞ്ഞാൽ കട മൊത്തത്തേക്ക് മേടിക്കണമെന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ കയറിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ദാണ്ടെ KFC കയറിയിട്ടുണ്ടായിരുന്നു. ചേട്ടൻ പറഞ്ഞു നമുക്ക് KFCയിലോട്ട് കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയെടുത്തും പറഞ്ഞപ്പോൾ അവർ രണ്ടുപേരും കാറിൽ ഇരുന്നോളാം, വരുന്നില്ല, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. പിന്നെ ഞങ്ങൾ പോയി പാഴ്സൽ മേടിച്ചു കേട്ടോ. കുറേ നേരം വെയിറ്റ് ചെയ്ത് പിന്നെ ആരുടെ അരവിനും കുറേ ഡയലോഗൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ആരവിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിരിക്കാനുള്ള എന്തെങ്കിലും ഒരെണ്ണം കിട്ടും കേട്ടോ. അങ്ങനെ ആര്യയുടെ കുറേ ആക്ഷൻ ക്യാമറ കാണുമ്പോഴത്തേക്കും ആര്യയ്ക്ക് വല്ലാത്ത എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചുമ, അതുപോലെ തന്നെ ആക്ഷൻ കൊണ്ടുള്ളയും കണ്ണുകൊണ്ടുള്ള ആക്ഷനൊക്കെ കാണിക്കാനായിട്ട് തോന്നും കേട്ടോ. അങ്ങനെ ആ കലാപരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പിന്നെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അമ്മയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആരവിൻ്റെ അടുത്തൊരു ബൈ പറയാൻ പറഞ്ഞപ്പോൾ ആരവിന് എന്തോ ഒരു താല്പര്യക്കുറവ്. ഞാൻ പിന്നെ അങ്ങോട്ട് നിർബന്ധിക്കാൻ പോയില്ല.